അധ്യാപകർ സമയത്ത് സ്കൂളിലുള്ള സമയത്തെങ്കിലും അവന്റെ അച്ഛനും അമ്മയുമാണ്. അവരാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അവനും ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ആ അധ്യാപകരാണ്. അവരുടെ സംരക്ഷണയിലാണ് ആ കുട്ടി ആ സ്കൂൾ മണിക്കൂറുകളിൽ പഠന മണിക്കൂറുകളിൽ ഉള്ളത്. ആ വിശ്വാസം കൂടിയാണ് തകരുന്നത്. ഈ സ്കൂളിൽ പോകുമ്പോൾ അപകടകരമായ എന്തുകൊണ്ട് അധ്യാപകർ തിരിച്ചറിഞ്ഞില്ല, എന്തുകൊണ്ട് ആ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞില്ല? നമുക്ക് ആ വഴിയിലൂടെ പോകുമ്പോൾ കാണാം, റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ അപകടകരമായ സാഹചര്യം നമുക്ക് വളരെ പെട്ടെന്ന് ആർക്കും ബോധ്യമാകുന്ന ഒന്നാണ്. ഒരു കുട്ടിക്ക് ഒന്ന് കൈയെത്തിയാൽ പിടിക്കാവുന്ന ദൂരത്തിലാണ് ആ വൈദ്യുതി കമ്പി കടന്നു പോകുന്നത്. അത് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിലേക്കുള്ള വൈദ്യുതി കണക്ഷനാണ്. റോഡിൽ നിന്ന് ഗേൾസ് സ്കൂളിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഈ സ്കൂളിന്റെ വശത്തുകൂടിയാണ്. ആ കുട്ടികളുടെ ക്ലാസ് മുറിയിൽ നിന്ന് ഒന്ന് ബെഞ്ചെടുത്തിട്ട് ഒരു കസേര എടുത്ത് മുകളിൽ കയ്യെത്തും ദൂരത്തിലാണത്. അവിടെ സ്വാഭാവികമായും ആരെങ്കിലും കയറുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. പക്ഷെ അങ്ങനെ കയറാൻ കൂടി തയ്യാറെടുത്താണ്. അല്ലെങ്കിൽ എന്തും മുൻപിൽ ഓട്ടമില്ലാതെ ചെയ്യുന്ന പ്രായമാണ് ഈ കൗമാരകാലം. ആ കാലത്തിലെ ഒരു കുട്ടിയാണ്. അവൻ അത്തരത്തിൽ ചെയ്തതാണ് ഇപ്പോൾ അപകടത്തിലേക്ക് പോയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയുള്ള കാലങ്ങളെങ്കിലും അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ സ്കൂളിലും ഇനിയും കാണാം ഒരുപക്ഷെ അപകട വഴികൾ. ആ വഴികൾ പൂർണ്ണമായും അപകട വഴികൾ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം അധികൃതർക്കാണ്, സർക്കാരിനാണ്, സ്കൂൾ മാനേജ്മെന്റിനാണ്, അല്ലെങ്കിൽ അവരുടെ സ്കൂളിന്റെ നടത്തിപ്പുകാർക്കാണ്. എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഇനി ആരാണ് ഉത്തരവാദി എന്ന് തർക്കങ്ങളാകാം. പക്ഷെ തർക്കങ്ങൾക്കപ്പുറത്തേക്ക് എത്ര തർക്കിച്ചാലും എത്ര സഹായങ്ങൾ നൽകിയാലും നികത്താനാവാത്ത നഷ്ടമായി ഇതിൽ മാറിക്കഴിഞ്ഞു. നാടിന്റെ മുഴുവൻ നൊമ്പരമായി അവൻ മാറിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു മുന്നറിയിപ്പായി അവന്റെ ജീവിതം മാറിക്കഴിഞ്ഞു. ആര്യ, തീർച്ചയായും വി അരുണാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം ശരണ്യയുമുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മിഥുന്റെ വീട്ടിൽ നിന്ന്. അവിടെ ഇങ്ങനെ അണമുറിയാതെ ജനപ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു രണ്ടാമത്തെ വീട് എന്ന് പറയുന്നത് സ്കൂളുകളാണ്. അവർ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ അധികം സമയം ചെലവഴിക്കുന്നത്. ഒരു പക്ഷേ അവിടെ അച്ഛനും അമ്മയുടെയും ഒക്കെ കരുതലും സംരക്ഷണവും ഒക്കെ ഒരുക്കേണ്ടത് അധികാരികളാണ്, അവിടുത്തെ ടീച്ചേഴ്സാണ്, പ്രധാനപ്പെട്ട അധ്യാപകരാണ്. പക്ഷേ ഇത്രത്തോളം വലിയൊരു അനാസ്ഥ ആ സ്കൂളിൽ ഉണ്ടായി. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അത് വകവയ്ക്കാതിരുന്നത് കൊണ്ട് നഷ്ടമായത് കുഞ്ഞു ജീവനാണ്. നഷ്ടമായത് ഒരു കുടുംബത്തിൻ്റെ ഒന്നാകെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. ആ കുടുംബത്തിന് ഇനി എത്രയൊക്കെ സഹായങ്ങൾ, ധനസഹായം നമ്മൾ നൽകിയെന്ന് പറഞ്ഞാലും, വീട് വെച്ച് നൽകിയെന്ന് പറഞ്ഞാലും ഒക്കെ, സിസ്റ്റവും സർക്കാരും സംവിധാനങ്ങളും ഒക്കെ ഇനി ഒപ്പമുണ്ട്, തണലായി ഉണ്ട് എന്ന് പറഞ്ഞാലും ഒന്നും മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് മിടുക്കനെ, ആ പൊന്നോമനെ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിനും അത്ര പെട്ടെന്ന് സാധിക്കില്ല. അവർ താലോലിച്ചോമനിച്ച് പ്രതീക്ഷകളോടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തി കൊണ്ടുവന്ന ഒരു മകനാണ് നഷ്ടമായത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണ്. അവരെ ഏത് തരത്തിൽ ചിന്തിക്കും? അവരുടെ കുസൃതികൾക്ക് അതിരുകളില്ല. അവരെന്ത് ചെയ്യും, ഏത് നിമിഷം എന്ത് ചെയ്യും, എങ്ങനെ പെരുമാറും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവർ വരും വരായികകളൊക്കെ ചിന്തിക്കാതെ എടുത്തു ചാടി പലതും പ്രവർത്തിക്കും. അവരുടെ പ്രായം അതാണ്. മുതിർന്നവരെ പോലെ അത്തരത്തിൽ ചിന്തിച്ചൊന്നുമല്ല ഒരു കുഞ്ഞുങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹപാഠിയുടെ ചെരുപ്പ് ആ ഷീറ്റിന് മുകളിലേക്ക് വീണപ്പോൾ അത് തിരിച്ചെടുത്ത് കൊടുക്കണം എന്ന് മാത്രമേ മിഥുൻ ആലോചിച്ചിട്ടുള്ളൂ. അതിനപ്പുറം അവിടെ ഒരു ദുരന്തമുണ്ടാകുമെന്നോ അപകടമാകുമെന്നോ തെന്നി വീഴുമെന്നോ ഒന്നും ആ കുഞ്ഞ് ആ നിമിഷം ആലോചിച്ചതേയില്ല. തൻ്റെ സുഹൃത്തിന് നഷ്ടപ്പെട്ട ആ ചെരുപ്പ് എത്രയും വേഗം എടുത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ താൻ അതെടുത്തു കൊടുക്കും. അതിനപ്പുറം ആ കുഞ്ഞൊന്നും ആലോചിച്ചില്ല. മറ്റു കൂട്ടുകാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ കൊണ്ട് അതിന് സാധിക്കുമല്ലോ, അതിനെന്താണിപ്പോൾ അവിടെ പോയി ആ ചെരുപ്പ് എടുത്താൽ എന്ന് മാത്രമേ ആ കുഞ്ഞ് ആ ഘട്ടത്തിൽ ആലോചിച്ചുള്ളൂ. പക്ഷെ ഇത്ര വലിയൊരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ആ കുഞ്ഞൊരു ഘട്ടത്തിൽ പോലും ആലോചിച്ചില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടിയിരുന്നത് അവിടുത്തെ അധ്യാപകരാണ്, അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളാണ്. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നഷ്ടമായത് ആ കുടുംബത്തിന് മാത്രമാണ്. ആ അമ്മയ്ക്കാണ്, ആ അച്ഛനാണ്, ആ കുഞ്ഞനുജനാണ്, ആ മുത്തശ്ശിക്കാണ്. അവർക്കുണ്ടായ വേദന മറ്റാർക്കും ഉണ്ടാകില്ല. മറ്റൊന്നിനോടും അവർക്ക്
നമുക്കാർക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു നഷ്ടമാണ്. അവരെ നമുക്ക് ഒരു വാക്കുകൊണ്ടും നമ്മുടെ ഇനിയുള്ള ഒരു സഹായം കൊണ്ടും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂട്ടുകാരൊക്കെ പറയുന്നത് ഒരു വലിയ ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ളതായിരുന്നു മിഥുൻ്റെ ആഗ്രഹം എന്നുള്ളത്. എപ്പോഴും ഒരു പന്തുമായി ഇങ്ങനെ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങി പന്ത് തട്ടി കളിച്ച് നടക്കും. ഒരു ടൂർണമെൻ്റൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു ആഗ്രഹം. എപ്പോഴും അതിനു വേണ്ടി കൂട്ടുകാരോടൊക്കെ ചോദിച്ച് വട്ടം കൂടി ഇങ്ങനെ നടക്കും. ആ പന്തും ഒക്കെ തനിച്ചാക്കി ആ കൂട്ടുകാരെയൊക്കെ വിട്ട് അവനൊരു നിമിഷം പെട്ടെന്നങ്ങ് പോയി. ഈ വേദന, ആ വിഷമം ആ കൂട്ടുകാർക്കും താങ്ങാൻ കഴിയുന്നതല്ല. അവരൊക്കെ വിതുമ്പുകയായിരുന്നു നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്. ഈ സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് മിഥുനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുമ്പോൾ പഠിക്കാൻ മിടുക്കനായിരുന്നു, നന്നായി പടം വരയ്ക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ എന്തൊക്കെ വിശേഷങ്ങളാണ് ആ കുട്ടികൾക്ക് മിഥുനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ഓർക്കണം, ആ സ്കൂളിലേക്ക് ആ കുഞ്ഞെത്തിയിട്ട് 2 മാസം തികയുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ജൂലൈ ആണ്. ജൂൺ മാസം ആദ്യമാണല്ലോ സ്കൂൾ തുറക്കുന്നത്. ആ സ്കൂളിലേക്ക് പുതുതായി എത്തിയ ഒരു കുട്ടിയായിരുന്നു. ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ അവരുടെ എല്ലാം മനസ്സിൽ കൃത്യമായ ഒരു സ്ഥാനം പിടിക്കാൻ ആ കുഞ്ഞിന് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ആക്റ്റീവായിരുന്നായിരിക്കണം ആ സ്കൂളിൽ, ആ കുട്ടികൾക്കിടയിൽ, ആ അധ്യാപകർക്കിടയിൽ എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ആ നാട്ടിലുമെല്ലാം അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന, എല്ലാവരോടും അടുത്ത് ഇടപഴകി കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു കുഞ്ഞാണ് പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാകുന്നത്. ശരണ്യയുണ്ട് നമുക്കൊപ്പം. ശരണ്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ പ്രതികൂലമായ കാലാവസ്ഥ, ആ മഴയൊക്കെ വകവയ്ക്കാതെ എത്രത്തോളം ആളുകൾ ആ സ്കൂളിലും ആ വീട്ടിലുമൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ നാട് എത്രത്തോളം വേദനിക്കുന്നുണ്ട് ആ കുഞ്ഞു മോൻ്റെ വിയോഗത്തിൽ എന്നുള്ളത്. അവർക്കൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ആ കുഞ്ഞ് എന്നുള്ളത്. അവർക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദുരന്തമായി ഇത് മാറി എന്നുള്ളത് അല്ലേ? നമ്മൾ ഈ ദൃശ്യങ്ങൾ പറഞ്ഞു തരും എന്താണ് ആ കുട്ടി എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു ഈ നാടിന് എന്നുള്ളത്. ആ ദൃശ്യങ്ങൾ പറഞ്ഞു തരും. അതായത് ഈ ദൃശ്യങ്ങൾ പോകുന്നത് അങ്ങ് മുതൽ, അതായത് വീട് തൊട്ടുള്ള ആ ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ഭാഗമാണിത് ഈ കാണുന്നത്. അവിടുന്ന് ഇത്രയും നീളത്തിലൊരു ക്യൂ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് സ്കൂളിൽ അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തുനിന്നത് 100 കണക്കിന് ആളുകളാണ്. അതിനുശേഷം ആ കുഞ്ഞിനെ വരുന്ന വഴിക്ക്, അതായത് ആശുപത്രിയിൽ നിന്ന് ഇറക്കിയപ്പോഴടക്കം ജനങ്ങൾ ആ ആംബുലൻസിന് പോകാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളുള്ളത് ഇത്ര നീളത്തിലൊരു ക്യൂ ആ അന്തിമോപചാര ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ആ കുട്ടി എന്നുള്ളതാണ് നൽകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സംഭവം അത് ജനങ്ങളുടെ മനസ്സിൽ അത്രമാത്രം വേദന ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയുള്ള ക്യൂവിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്.